ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ കാണാത്ത എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന. ചില ടൈമിലില്ലേ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ ടെൻഷനൊക്കെ വരുമ്പം അങ്ങനെ എന്താ പറയുക വീഡിയോ ഇടാനൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോസൊക്കെ, അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗ്രീൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത്, ഹരിയാലി ചിക്കൻ എന്നൊക്കെ പറയില്ലേ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, പുതിനയില, അതുപോലെ 3-4 പച്ചമുളക്, ഒരു ഇഞ്ചി വലുപ്പത്തിലൊക്കെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക, ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ഒരു 1/2 കിലോ ചിക്കന് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ, എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ അനുസരിച്ചിട്ട് നോക്കുക, നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇത് എന്തായാലും ഒരു 3/4 കിലോ ചിക്കനൊക്കെ ഈ ഒരു അളവ് മതിയാവും, കാരണം ഇത് കുറച്ച് കൂടുതൽ തന്നെ മസാല ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിതൊക്കെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക, ചെറിയ ജാറില്ലേ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ തൈര് ഞാൻ ഫ്രീസറിൽ വെച്ച് പോയി കേട്ടോ, അതുകൊണ്ട് നല്ല കട്ടി തൈരിനു. അതിങ്ങനെ ഐസായപ്പോൾ ഐസ് അലിഞ്ഞപ്പോൾ ഇങ്ങനെ ലൂസായി പോയി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒരു 1/4 കപ്പ് ഒക്കെ മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ, പുളിയുള്ളതാണെങ്കിൽ നോക്കിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അത് കുറച്ച് ലൂസായി പോയതല്ലേ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി പേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല നന്നായിട്ട് തന്നെ ഈ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടും. ഇതുപോലെ കുറച്ച് വലിയ പീസാണെങ്കിൽ നിങ്ങൾ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. വരഞ്ഞിട്ട് നമ്മൾ വരഞ്ഞ ആ ഒരു പീസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു മസാല നന്നായി പിടിപ്പിക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോ, എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് എന്തായാലും കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം കേട്ടോ, ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം, ഞാൻ പറ്റില്ല കുറച്ച് കൂടുതൽ തന്നെ മസാലയുണ്ട്, അതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയുണ്ട്. ഇതൊന്ന് ആയതിനു ശേഷം ഇതിൽ ചെറിയൊരു പീസ് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതേ കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് തന്നെ പുകഞ്ഞ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അതിൽ ഹോളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്മോക്കി ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ചിക്കനിലോട്ട് പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ടിഷ്യൂ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഹോളില്ലാത്താണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനത് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ആ ഒരു ഫ്ലേവർ ആ ഒരു ചിക്കനിലോട്ടൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ. ഇതേ ഞാനപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോഴേക്കും ആ ചിക്കനിലോട്ട് എല്ലാ മസാലയും ആ ഒരു സ്മോക്കി ഫ്ലേവറും ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ പീസും അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു മസാലയൊക്കെ എണ്ണയിലോട്ട് അങ്ങ് പോകും കേട്ടോ, അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇതുപോലെ ചെയ്താൽ മതി. ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് തന്നെ, അത് കുറച്ചൊരു മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ബാക്കിയുള്ള മസാലയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് നന്നായിട്ട് തന്നെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു സൈഡ് ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. വലിയ പീസ് ആയതുകൊണ്ടാണ് പറയുന്നത്, ഒരു മീഡിയം ടു ലോ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു പൊരിഞ്ഞ് കിട്ടാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ആയി കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി വരില്ല കേട്ടോ. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്, മീഡിയം ടു ലോ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെയും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ സാധാ ചെറിയ ചെറിയ പീസാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് വലിയ പീസാകുമ്പം എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ഉള്ളൊന്നും വേവാത്ത പോലെ ഉണ്ടാവും.
അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചുകൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. ഇതൊന്ന് ആയിക്കഴിയുമ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവറിനൊക്കെ ആ ഒരു എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു മണമില്ലേ, അതാണ് ഉണ്ടാവുക. ഇനി ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ആ ഒരു ഓയിലിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ആ ഒരു മസാലയൊക്കെ ആ ഒരു ചിക്കൻ്റെ മുകളിലൊക്കെ കോട്ടാക്കിയിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുബൂസാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലി ഡിന്നർ എന്നുള്ള ഒരു വ്ളോഗിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുബൂസ് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചില വീഡിയോയിൽ പറയലുണ്ട് എനിക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുമ്പം കറിയൊന്നും ആക്കണ്ടല്ലോ, വേഗം ചിക്കൻ ഫ്രൈ ആക്കുക. ഈ കുബൂസും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മൾ പണി തീർന്നില്ലേ. പിന്നെ കുറച്ച് മയോണൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു 2 ടൈപ്പ് മയോണൈസിൻ്റെയും റെസിപ്പി ഞാൻ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഒന്നിച്ച് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആദ്യം ഇട്ടതാണ്. അപ്പോൾ എന്താ ഇനി നെക്സ്റ്റ് റെസിപ്പി നമുക്ക് നോക്കാം. ഇത് ഞാൻ ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ന്യൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ആർക്കും തന്നെ റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ, കുറേ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴിയുമ്പം ഒരു അത്രയൊക്കെയല്ലേ ഉണ്ടാവും, 300 ഗ്രാമോ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പം കൂടുതൽ ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. അപ്പോൾ അതവിടെ നിന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയ മീഡിയം സൈസിലുള്ള 2 സവോള, ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി എടുക്കുക, അതുപോലെ മല്ലിയില എടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഉള്ളിയൊക്കെ അരിയുന്ന സമയത്ത് വളരെ എന്താ പറയുക പൊടിയായിട്ട് വളരെ ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അങ്ങനെ ആകുമ്പില്ല കുട്ടികളൊന്നും കഴിക്കൂല, വെജിറ്റബിൾസ് വേറെ എടുത്ത് പുറത്തിടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേ കണ്ടില്ല, ഈ ഒരു ചെമ്മീൻ ഇങ്ങനെ വെള്ളത്തോട് കൂടി തന്നെ വേണം. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സ്റ്റോക്കോട് കൂടിയിട്ട് ഉണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാട്ടോ ഓയിലും കൂടി ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വളരെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 10-15 വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. വെളുത്തുള്ളി കൂടുതലായാലും അത്രയും ടേസ്റ്റ് ആവും. പിന്നെ ഇതിലോട്ട് ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഇതും കൂടി ഈ ഒരു ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഉള്ളി നല്ലപോലെ വഴറ്റി എന്താ പറയുക നന്നായി വഴഞ്ഞ് കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവോളൻ്റെ കളറൊക്കെ മാറി നന്നായി വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ നല്ല പൊടിയായിട്ട് ഞാൻ ഇതിൽ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ അങ്ങനെ വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു മസാല ആക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ ന്യൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് അതിൽ കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൽ ഒരു പകുതി 250 ഗ്രാം മാത്രമേ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി പകുതി മാറ്റി വെക്കുക, കാരണം അത്ര ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 250 ഗ്രാം മാത്രം എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മസാല അപ്പോഴേക്കും ഇവിടെ കുറച്ച് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മാഗി ക്യൂബാണ്. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മാഗി ക്യൂബ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ചെമ്മീൻ്റെ ഇതല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മാഗി ക്യൂബ് ഇതിലിട്ട് കഴിഞ്ഞാലില്ലേ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക, വേറെ ഒരു ഫ്ലേവർ വരും.
അപ്പോൾ ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് ചില്ലി ഗാർലിക് സോസാണ് കേട്ടോ ഇത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഡാർക്ക് സോയ സോസാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോഴും നല്ല ഫ്ലേവർ ഉണ്ടാവും, അപ്പോഴേ ഉണ്ടാവും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഡാർക്ക് സോയ സോസ് ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ആ ഒരു സോസിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ല, കണ്ടില്ലേ, ആ ഒരു സ്റ്റോക്കോട് കൂടി തന്നെ നമ്മുടെ ആ ഒരു ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോഴേ ആ ഒരു ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. ഇത് ചെറിയ ചെമ്മീനാണ്, എന്നാലും ഇങ്ങനെയുള്ള ചെമ്മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല മല്ലിയില, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ പകുതി ഒന്ന് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്തോട്ടോ. ഇനി ഇതിലോട്ട് അപ്പോൾ ഏകദേശം ഒരു പകുതി വേവേ ഇതിന് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പിന്നെ ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, പരസ്പരം ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഉപ്പ് പിടിച്ചോളും. നിങ്ങൾ ചേർക്കുമ്പോൾ എന്തായാലും നമ്മൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തോട്ടോ. ഇനി 1 കപ്പ് വെള്ളത്തിലോട്ട് സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവും, ആ ഗ്രേവി നല്ല തിക്കായിട്ടും ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു സ്റ്റെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ച ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടി എരിവ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. വലിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത് ആ ഒരു സോസിൻ്റെ ഒക്കെ കളറല്ലേ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. എന്താ പറയുക, കുട്ടികൾക്കൊക്കെ നമുക്ക് രാവിലെ ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമല്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. എന്താ പറയുക, ടിഫിനിലൊക്കെ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അതിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുമ്പോഴാട്ടോ വീഡിയോ ഒന്ന് റീച്ചായി കിട്ടാം, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആരൊക്കെയോ എന്നോട് കിച്ചൻ്റെ സൈസും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൻ്റെ സൈസ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എന്തായാലും പ്ലാൻ നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചതാട്ടോ ഈ വീഡിയോയിൽ. പക്ഷേ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനിരുന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെന്താ, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ, അത് ഇതിൽ പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും സപ്പോർട്ടും ഇതുപോലെ ഇനിയും ഉണ്ടാവണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.